KL വേൾഡ് വൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഗോഡൗൺ വൈക്കം അൾട്രാടെക്കിൻ്റെ ഗോഡൗണാണ്. വൈക്കത്ത് നമ്മൾ വന്നപ്പം മൂന്നാമത്തെ വണ്ടിയായിട്ടാണ് നമ്മൾ വന്നത്. 2 വണ്ടി ARSൻ്റെ വണ്ടി ഗോഡൗണിനകത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെളുപ്പിന് വന്നായിരുന്നു. ഇന്നത്തെ ദിവസം ഇറക്കാൻ സാധ്യതയില്ല. നമ്മളിവിടുത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നൊരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. മഴയായതുകൊണ്ട് നല്ല മഴ ടൈമിലാണ് നമ്മളവിടെ ചെന്നത്. നല്ല കാലാവസ്ഥയാണ്. കാലാവസ്ഥ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് പ്രശ്നമാണ്. സിമെൻറ്റ് വണ്ടിയായതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായാലും വെള്ളം ഇറങ്ങി കട്ടയാകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇവർ നടുക്ക് സെൻറ്ററിൽ കുഴിഞ്ഞ് ലോഡ് കയറ്റിയേക്കുകയാണ്. കുഴിഞ്ഞെന്ന് പറയുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന രീതിയിലാണ് ലോഡ് കയറ്റിയേക്കുന്നത്. അപ്പോൾ ഈ ടാർപ്പിൽ വെള്ളം നിൽക്കാൻ സാധ്യതയുണ്ട്. നിൽക്കുമ്പോൾ ഈ ഒഴുകി പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ടാർപ്പിൽ വെള്ളം നിൽക്കുമ്പോൾ നമുക്ക് സിമെൻറ്റ് കട്ട വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വണ്ടി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി രണ്ടാമത്തെ വണ്ടി അകത്ത് കയറ്റിയിട്ടു. അപ്പം അവിടെ ഇനി രണ്ടാമത്തെ വണ്ടി നമ്മുടെയാണ്. ഒരു ARS ഉണ്ട്. ARSൻ്റെ വണ്ടിയോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പിടിക്കും. ചെറിയ വണ്ടികൾ ഗോഡൗണ് നിറഞ്ഞിരിക്കുന്നുണ്ട്. ഗോഡൗണിൽ ഇരിക്കുന്നത് കാലിയാക്കാൻ വേണ്ടി ചെറിയ വണ്ടികൾ പാർത്തുന്നുണ്ട്. ഇവിടുത്തെ അവസ്ഥ ഭയങ്കര ഗുരുതരമാണ് ഗൈസ്. മഴയൊക്കെ പെയ്ത് ചെളിയായിട്ട് മൊത്തം ലോസ്റ്റായിട്ട് കിടക്കുകയാണ്. തോട്ടിലാണെങ്കിൽ ഫുള്ള് നിറഞ്ഞ വെള്ളം കവിഞ്ഞൊഴുകുകയാണ് ഗൈസ്. കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വെള്ളം കയറും. അപ്പോൾ ഇവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ റോഡിലോട്ട് നടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, പക്ഷേ ഗോഡൗൺ ഇച്ചിരി മോശമാണെങ്കിലും ഇവിടെ ഉള്ളവർ നല്ല മനസ്സിനുടമകളാണ്. എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനായാലും നമുക്ക് ഭയങ്കര സപ്പോർട്ടും സഹകരണവും സ്നേഹമുള്ള നാട്ടുകാരും ആൾക്കാരും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ലോഡിങ്ങുകാരാണ് പറയേണ്ട, അവർ അത്രയ്ക്ക് സ്നേഹമുള്ള ആൾക്കാരാണ്. നമുക്കൊരിക്കലും ഇവിടുന്ന് പോകാനും തോന്നത്തില്ല. അങ്ങനെ വെള്ളം അടിപൊളി വെള്ളമായതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്ന് പല്ല് തേച്ച് രാവിലെ ഫ്രഷായി നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നെന്തായാലും നമ്മൾ ഹാൾട്ടാപ്പം തോട്ടിലേക്ക് ഒരു ചാട്ടമൊക്കെ ചാടി പഴയ നൊസ്റ്റാൾജിയൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വണ്ടി ലോഡൊക്കെ ഇറക്കിയിട്ട് മാറ്റിയിട്ടേക്കാണ്. അടുത്ത വണ്ടി നമ്മുടെ ബെസ്റ്റിൻ്റെ തന്നെ ലൈലാൻഡ് ഒരു പുതിയ ഡ്രൈവറായിരുന്നു. 4727, അതും 14 തന്നെയാണ്. ആ വണ്ടിയുടെ ലോഡും ഇന്ന് തന്നെ ഇറങ്ങാൻ സാധ്യതയില്ല. ഇന്ന് വണ്ടി പിടിച്ചാൽ നാളെ ഇറക്കാനും സാധ്യതയുള്ളൂ. പിന്നെ ഒരു ARS കുറേ കിടപ്പുണ്ട്. അതിൻ്റെ ഡ്രൈവർ ഒരു തമിഴ് തന്നനാണ്. കാരണം ഇന്ന് വന്നതേ ഉള്ളൂ. ഞാനിവിടെ വന്നിട്ട് ഞാനും ആ ലൈലാൻഡ് ഒരുമിച്ച് ലോഡ് കയറിയതാണ്. ഞാനാണ് ഫസ്റ്റ് വന്നത്. അപ്പോൾ എൻ്റെ വണ്ടി ആദ്യം ഇറക്കിയിട്ടേക്കാണ്. ഇവിടെ റോഡിലിടാനും സ്ഥലമുള്ളൂ, പക്ഷേ വലിയ തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ മാക്സിമം ലെഫ്റ്റ് സൈഡ് പിടിച്ചിടാൻ പറ്റുന്ന മാക്സിമം പിടിച്ചിട്ടേക്കാണ്. ഓവറായിട്ട് ഇവിടെ മഴയൊക്കെ പെയ്ത അവസ്ഥയായതുകൊണ്ട് വീലൊക്കെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാക്കി. അപ്പം നമ്മുടെ ചെറുക്കൻ്റെ വണ്ടി അകത്ത് കയറ്റിയിടാൻ വേണ്ടി അവർ പറഞ്ഞായിരുന്നു. റോഡിൽ കിടന്ന് മറ്റു വണ്ടികൾ ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി വണ്ടി അകത്ത് ഗോഡൗണിൽ കയറ്റിയിടാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. 14 നമ്മുടെ ബില്ലൊക്കെ കിട്ടി. നമുക്കൊരു 10 അവിടെ ഡാമേജ് ഉണ്ടായിരുന്നു. ഞാനത് റിട്ടേൺ കൊണ്ടുപോകണം. അപ്പം അതിൻ്റെ ചെറിയ ഫോർമാലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഓഫീസിലൊക്കെ വിളിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്ത്. അപ്പോൾ ഇച്ചിരി ചടങ്ങുണ്ട് നമുക്ക് ഡാമേജ് ഒരുപാടുള്ളപ്പോൾ. ഞാൻ പിന്നെ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് ആ ടാർപ്പിൽ തന്നെ മഴ പെയ്താലും വെള്ളം കയറാത്ത രീതിയിൽ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ARSൻ്റെ വണ്ടിയുടെ കാര്യത്തിലും ഗുരുതരമാണ്. നാളെ ആ ലൈലാൻഡ് വണ്ടി ഇറക്കി വിട്ടാലും മറ്റന്നാളാവും ARSൻ്റെ വണ്ടി ഇറങ്ങും. നമുക്കിന്ന് ഇറക്കിയത് ഭാഗ്യമായി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ 2 ദിവസത്തെ താമസവും കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് യാത്രയാവുകയാണ് ഗൈസ്. മഴയായതുകൊണ്ടാണ് നമ്മൾ 2 ദിവസം കിടക്കേണ്ടത്. അല്ലെങ്കിൽ എങ്ങനെയും പെട്ടെന്ന് ലോഡ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ അടുത്ത ലോഡ് എടുത്തിട്ട് മാന്നാറേക്ക് നമുക്ക് പിന്നെയും കൂടെ മാന്നാറ് കിട്ടുന്നുണ്ട് ഗൈസ്. മാന്നാറ് അടിപൊളി ഗോഡൗണാണ്. നമുക്ക് അവിടെ പോകാനും ഒരുപാട് ഇഷ്ടമാണ്. അവിടുത്തെ യാർഡിലെ ഓണറായാലും അവിടെ നമുക്ക് എന്തിനും എല്ലാത്തിനും ഓക്കെയാണ് ഗൈസ്. നമുക്കൊരു കുറവോടെ ഇല്ല. ബാത്റൂമായാലും ഗോഡൗണായാലും ലോഡ് ഇറങ്ങാനായാലും പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്യും. എനിക്കും ശരത്തളിയനും കൂട്ടുകാരായ ഞങ്ങൾ ദോസ്തുകളായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് 2 കൂടെ അടുപ്പിച്ച് മാന്നാറടിച്ച് തന്നേക്കാണ്. അപ്പോൾ ആരാദ്യം പോകുന്നുള്ള രീതിയിലൊന്നും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ
രണ്ടുപേരും വർഷങ്ങളായിട്ട് ഓടുന്നതായതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ മത്സരമൊന്നും വെക്കാറില്ല. രണ്ടുപേരും അങ്ങ് ഓടും, രണ്ടുപേരും ഒരുമിച്ച് പോയാൽ രണ്ടുപേരും ഒരുമിച്ച് കയറ്റും. പിന്നെ ശരത്തളിയനെ ഇറക്കണമെന്നുണ്ടെങ്കിൽ ശരത്തളിയെ ഇറക്കും, എനിക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇറക്കും, അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മളങ്ങനെ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കുന്നില്ല. നമ്മൾ ലോഡെടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. കിട്ടുന്നിടത്ത് എവിടെ ആയാലും പോയേ പറ്റൂ. അത് മാന്നാറായാലും കോട്ടയമായാലും ആലപ്പുഴ ആയാലും എറണാകുളം ആയാലും പോയേ പറ്റൂ. അപ്പോൾ നമ്മളത് ചായ അടിക്കാനൊക്കെ നിർത്തിയതാണ്. നമ്മൾ 2 വണ്ടി മാത്രമല്ല, പുറകിലൊരു 3 വണ്ടി വരുന്നുണ്ട്. അത് 12 കിലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നേരെ ഓടി ഗോഡൗണിലെത്തി. ഇത് നമ്മുടെ യാർഡിലെ വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത്. സിമെൻറ്റ് വണ്ടിയെല്ലാം നമ്മുടെ വണ്ടികളാണ്, ഗോഡൗണിലേക്ക് വന്ന വണ്ടികളാണ്. ഒരു ARS ഉണ്ട്, 2 ബെസ്റ്റ് ഉണ്ട്. ഞാനും ശരത്തളിയനാണ് മുമ്പും പുറകുമായിട്ട് വന്നത്. ARS 3ാമത്തെ വണ്ടിയാണ്. ഇപ്പോൾ രാവിലെ തന്നെ കുറ്റിയിൽ നിന്നും പറഞ്ഞ് ഇവിടെ അടുത്തുള്ളൊരു കടയാണ്, കടയുടെ വണ്ടി വന്നിട്ടുണ്ട്. ആ വണ്ടിയിൽ തന്നെ നമുക്ക് നല്ലൊരു ലോഡ് പാർത്തി കയറ്റുന്നുണ്ട്. 10 കിലോ വണ്ടിയെ തന്നെ അത്യാവശ്യം നമ്മുടെ വണ്ടിയുടെ ഒരു പകുതിയോളം ലോഡ് ഇറങ്ങും. പിന്നെ നമുക്ക് ബാക്കിയുള്ള ലോഡ് എങ്ങനെയും കുറച്ച് വണ്ടികൾ സെയിൽ ചെയ്ത് പോയാലും ഒരു 10-200 ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗോഡൗണിൽ ഇറക്കി വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളെ വണ്ടി പെട്ടെന്ന് വിടുകയും ചെയ്യും. ഇന്ന് തന്നെ ശരത്തളിയൻ്റെ വണ്ടിയും വിടാൻ തന്നെയാണ് അവർ പറഞ്ഞേക്കുന്നത്. നല്ല ഓർഡർ ഉണ്ടായതുകൊണ്ട് 2 വണ്ടി ഉറപ്പായിട്ടും വിടും. 3 വണ്ടിയാണ് നമ്മൾ രാവിലെ ഓടി വന്നിരിക്കുന്നത്. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ശരത്തളിയനും നേരെ കടയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇവിടെ ഇനി വേറെ പണികളൊന്നുമില്ല. നമ്മുടെ വണ്ടി ലോഡിറക്കി കഴിഞ്ഞാൽ അടുത്ത വണ്ടി ശരത്തളിയൻ്റെ വണ്ടി കയറ്റി പിടിക്കും. ഇന്ന് ഞങ്ങളുടെ 2 വണ്ടി ലോഡിറക്കി കഴിയും. എൻ്റെ വണ്ടി ഉച്ചയ്ക്ക് ലോഡിറക്കി കഴിഞ്ഞാലും ശരത്തളിയൻ്റെ വണ്ടി വൈകിട്ടത്തേക്ക് വിടും. അങ്ങനെ ആ ദിവസം നമ്മൾ ലോഡിറക്കി കഴിഞ്ഞിട്ട് പോയതിന് ശേഷം പിറ്റേ ദിവസം പിന്നെ നമുക്കൊരു ലോഡ് മാന്നാർ കിട്ടി. അത് മാന്നാർ ഗോഡൗണിലല്ലായിരുന്നു, നമുക്കൊരു കടയിൽ ഇറക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ മാന്നാർ ഗോഡൗണിലേക്ക് പോകേണ്ട വഴിയിൽ തന്നെ നമ്മൾ അവിടെ അടുത്ത് തന്നെ സ്റ്റീൽ മാൾ എന്ന് പറഞ്ഞ ഒരു കടയുണ്ട്. ആ കടയിൽ തന്നെ മൊത്തം ഇറക്കി വെക്കാനുള്ള ഓർഡർ നമുക്കുണ്ടായതുകൊണ്ട്, വരുന്ന വഴിക്കും ആയതുകൊണ്ട് നമ്മുടെ ലോഡെല്ലാം അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കഴിയാറായി. നമുക്കിനി ഇവിടുന്ന് ടാർപ്പെല്ലാം മടക്കി BRC ബില്ലെല്ലാം എഴുതി മേടിച്ചിട്ട് അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട് വേക്കൻസിയെക്കുറിച്ചും ജോബിനെക്കുറിച്ചും ലോഡ് എടുക്കുന്നതിനെക്കുറിച്ചും എല്ലാം ഒരു വീഡിയോ ചെയ്യണമെന്ന്. അത് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ലോഡ് ഇറക്കിയതിന് ശേഷം തിരുനെല്ലിയിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്. ഒരുപാട് ജനങ്ങളും പാട്ടും മേളവും കൊട്ടുമൊക്കെ ആയിട്ട് ഇവിടെ അടിപൊളിയാണ് കാഴ്ച. ഞങ്ങൾ ഇറങ്ങിയൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇറങ്ങി കാണാനുള്ള സാഹചര്യം ബ്ലോക്കും ഒക്കെ ആയതുകൊണ്ട്, വണ്ടി ഇടാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങി കണ്ടില്ല. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും അവിടെ അത്രയ്ക്ക് ക്രൗഡാണ്. നമ്മൾ ബൈക്കോ കാറോ ആണെങ്കിൽ എങ്ങനെയും ഒതുക്കിയിട്ട് പോയി വേണ്ടി കാണാമായിരുന്നു. പക്ഷേ അവരുടേതായ തനതായ കലാരൂപങ്ങളും അവരുടേതായ രീതിയിലുള്ള ആഘോഷങ്ങളും ഉണ്ടായിരുന്നു.